ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ തന്നെ നമ്മൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സാധാരണ ഞാൻ വ്ളോഗ് എടുക്കാത്തതിന് കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാൻ ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കും വ്ളോഗ് എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കാനൊക്കെ ഉണ്ടാവണ്ടേ? എനിക്കതൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞാൻ വ്ളോഗ് ഒന്നും ചെയ്യാതെ ഷോർട്സിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാം, എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇപ്പം പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ അങ്ങനെ വലിയ ലോങ് വീഡിയോസ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. സാധാരണ എനിക്ക് കഴിയായിട്ടാട്ടോ, ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്, പിന്നെ കുറച്ച് മടിയൊക്കെ ഉണ്ടായിട്ട് വ്ളോഗൊന്നും എടുക്കാറില്ല. അപ്പോൾ ഇങ്ങനെ കിടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ചൊരു മൂഡ് തോന്നിയാ ഇന്നൊരു വീഡിയോ എടുക്കാം, എന്തെങ്കിലുമൊക്കെ കാണിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അത് കാണിക്കാൻ വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇതൊരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയി. ഇപ്പം ഞാൻ അമ്പലത്തിൽ പോകാൻ പോവാണ്. അനിയൻ്റെ കല്യാണം ആണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അമ്പലത്തിൽ ഇന്ന് ചുറ്റുവിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം 5 മണിയായി. തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ. ഞാൻ വേഗം പോയി കുളിക്കട്ടെ. ഇന്ന് കുളിച്ചിട്ടൊന്നുമില്ല. വേഗം പോയി കുളിക്കട്ടെ. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് പ്രഗ്നൻ്റ് ആയതിന് ശേഷം കിട്ടിയൊരു സംഭവമാണിത്. അതെനിക്ക് മോളെ പ്രഗ്നൻ്റ് ആയ സമയത്തും ഈ സംഭവം ഉണ്ടായിരുന്നു. ഇതിനും കറക്റ്റ് എനിക്കിത് ഈ സംഭവം ഉണ്ട്. ഇത് ഡെലിവറി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തനി അങ്ങ് പോകും കേട്ടോ. അതുവരെ എനിക്കിത് ഇങ്ങനെ ഉണ്ടാകും. അങ്ങനെ അപ്പം നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോ പോവാം അല്ലേ. അപ്പോൾ ഗൈസ്, ഡ്രസ്സ് എടുക്കാൻ വന്ന കേട്ടോ. ഞാനിപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഡ്രസ്സിലൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. ഏതെങ്കിലും ഇട്ട് തന്നെ 100 പ്രാവശ്യം ഇട്ട് പോകും. എവിടെ പോവുകയാണെങ്കിലും ഒരു ഡ്രസ്സ് തന്നെ ആയിരിക്കും. ഒന്നിനും ഒരു മൂടില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അമ്പലത്തിൽ പോകുമല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലത് നോക്കി ഇടാമെന്ന് വിചാരിക്കുമ്പോൾ ഒന്നും എനിക്ക് പറ്റുന്നില്ല. വയറ് കുറച്ച് വന്നതിനെ കൊണ്ട് ഒന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നും എൻ്റെ സ്ഥിരം യൂണിഫോമാണ് ഞാൻ ഇടാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ സെക്ഷൻ ഞാൻ കാണിച്ചു തരില്ല, കാരണം ഒക്കെ ഞാൻ പിടിച്ച് മാന്തി ഇട്ടതാണ്. ഇപ്പോൾ ഒന്നും അടുക്കി പെറുക്കി വെക്കാറില്ല. ഒക്കെ ചെയ്യണം. ഒന്നുകൂടി ഒന്ന് സ്റ്റഡി ആയിട്ട് എല്ലാം ഒക്കെ കറക്റ്റാക്കി കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നത്. നല്ലോണം അറിയണ്ടില്ല, ഇതെന്ത് ചെയ്തിട്ട് ഇത് പോകുന്നില്ല. പക്ഷേ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടോ, ഒന്നും ചെയ്യേണ്ട, തനി അങ്ങ് പോയിക്കോളൂന്ന്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുത്ത് കുളിച്ചിട്ട് കാണാം. ഓക്കെ, ഇത് ഇടാന്ന് കേട്ടോ വിചാരിക്കുന്നത്. ഇത് അയൺ ചെയ്തിട്ടൊന്നുമില്ല, അപ്പാട് ഭയങ്കരമായിട്ട് ചുളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് പതിയെ ശകിലേട്ടിനടുത്ത് പോയിട്ട് അയൺ ചെയ്യിക്കാം. ഇങ്ങനത്തെ ഡ്രസ്സാകുമ്പോൾ എന്താ അറിയോ, വയറ് കംഫർട്ടബിൾ ആയിരുന്നോളും, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിടാം അല്ലേ. എനിക്ക് അയൺ ചെയ്യാൻ ഭയങ്കര മടിയാട്ടോ. അപ്പോൾ നമുക്ക് ഏട്ടനോട് ചോദിച്ചു നോക്കാം, ഒന്ന് ചെയ്തു തരുമോയെന്ന്. ശൈലേട്ടാ, എവിടെ അച്ഛനെവിടെ? ഒന്ന് ഡ്രസ്സൊന്ന് അയൺ ചെയ്ത് തരുമോ? ഓക്കെ, ചെയ്തുതരാന്ന് പറഞ്ഞിട്ടോ. എടുത്തരാം. ഇപ്പം എന്ത് പറഞ്ഞാലും വേഗം ചെയ്തു തരും കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തു തരാറുണ്ട്. അയൺ ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചാരുൻ്റെ ഡ്രസ്സ് എന്താ, അണ്ടർവെയറാ വേണ്ടത്. അപ്പം ഞാൻ അവളുടെ എടുത്ത് കൊടുത്തിട്ട് കുളിച്ചിട്ട് വരാം. നമുക്ക് നമ്മളെ വീടിപ്പം അങ്ങനെ ക്ലീൻ ആക്കാറൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഞാനൊന്ന് ക്ലീൻ ആക്കിയിടും, പിന്നെ അമ്മ ഒന്ന് ക്ലീൻ ആക്കും. അപ്പം ഞാൻ പോയിട്ട് കുളിക്കട്ടെ. ഞാൻ അയൺ ചെയ്യാനുള്ള എടുത്ത് വെച്ചിട്ടുണ്ടേ. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ ഷട്ടപ്പടേന്ന് വേഗം കുളിയൊക്കെ പാസ്സാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലേറ്റായി. 5:30 ആകുമ്പോൾ അമ്പലത്തിലേക്ക് എത്താൻ പറഞ്ഞതാട്ടോ. പക്ഷെ നമ്മളിത് 5:45 6 മണി ആവാറായി അമ്പലത്തിലേക്ക് പോകുമ്പം തന്നെ. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ അമ്പലത്തിൽ എത്തിക്കുന്നു കേട്ടോ. അമ്പലത്തിൽ എത്തിക്കുന്നേ. ഞാൻ വിളക്ക് കത്തിക്കുന്നൊക്കെ കാണിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടനും അമ്മയും ഞാനും ചാരുട്ടിയും കൂടി കേട്ടോ അമ്പലത്തിലേക്ക് പോയത്. ഇപ്പോൾ സമയം 6 മണിയായി.
കുറേ ആയിട്ട് അമ്പലത്തിൽ വന്നിട്ട് എനിക്ക് വയ്യാത്തതിനെ കൊണ്ട് ഞാൻ എങ്ങനെ എവിടെയും പോകാറില്ല. അപ്പോൾ നമ്മൾ കത്തിച്ച് തുടങ്ങി കേട്ടോ. ചാരുട്ടി ഭയങ്കര ഉഷാറാണ് അവരൊന്ന് കത്തിക്കുന്നത്, ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും കുറേ കത്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചുറ്റുവിളക്ക് കത്തിക്കാൻ പറയുമ്പോൾ ഒരുപാടുണ്ടാവുമല്ലോ, നമുക്ക് അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കത്തിക്കണം. ഈ ഒരു ഏട്ടൻ കത്തിക്കുന്ന ഭാഗത്ത് സ്ത്രീകൾ കത്തിക്കാൻ പാടില്ല എന്നാണ് പറയുക, അവിടെ പുരുഷന്മാർ തന്നെയാണ് കേട്ടോ കത്തിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ കത്തിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഇപ്പോൾ കുറേ ആയി ഇങ്ങനെ ചുറ്റുവിളക്ക് കത്തിച്ചിട്ടൊക്കെ കണ്ടിട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. പിന്നെ ഇപ്പം മണ്ഡലമാസം കൂടി അതിനെക്കൊണ്ട് അയ്യപ്പൻ്റെ ഭക്തിഗാനം വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ LED ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കംപ്ലീറ്റ് കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു 7 മണി 7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളും പൂജയൊക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ തൊഴുതു. പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ വലുതായിട്ട് ഇങ്ങനെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പം ഭയങ്കര മടിയാണ് വ്ളോഗ് എടുക്കാനൊക്കെ. ഒരു കിതപ്പ് ഇങ്ങനെ വരുന്നതിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യാനും കേട്ടോ. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് റെഗുലറായിട്ട് വീഡിയോസ് ഇട്ടൂടെ എന്നൊക്കെ. ഞാൻ ഇനി റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പറയും ഇടാം, പിന്നെ ഞാൻ ഇടില്ല. അതുകൊണ്ട് ഇനി ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എൻ്റെ ആരോഗ്യം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് അനിയൻ വന്നിട്ടുണ്ട്. അവൻ ഓഫീസിൽ നിന്ന് വന്ന് കുളിച്ചിട്ടൊന്നുമില്ല. അപ്പം അമ്പലത്തിലേക്ക് കയറിയില്ല കേട്ടോ. അവൻ പുറത്ത് നിന്നതാണ്. നമ്മൾ കത്തിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്നത്തെ ഒരു ചെറിയൊരു വളരെ ചെറിയൊരു വ്ളോഗായിരിക്കും. പ്രത്യേകിച്ച് വേറെ ഒന്നും കാണിക്കാനില്ല. ഇന്നിപ്പോൾ എന്തെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കത്തിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുക കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ചുറ്റുവിളക്കൊക്കെ കത്തിച്ച് ഇപ്പം വീട്ടിലെത്തിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ ആകെ കുഴങ്ങിപ്പോയി, കാരണം ഇന്ന് ആരും ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ. നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം വേഗം സ്പീഡിൽ കത്തിച്ചു. അങ്ങനെ പക്ഷെ ഒരു സമാധാനം കേട്ടോ, കത്തിച്ചപ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി. അപ്പോൾ അതാ വീട്ടിലെത്തി. ഇനി കുറച്ച് ഇരിക്കട്ടെ, ബാക്കി എന്താ ചെയ്യാൻ പറ്റി, ചായ കുടിക്കണം, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.